നമ്മുടെ കുഞ്ഞിക്കുരു. അതെ, നമ്മുടെ കുന്നിക്കുരു. ഇന്ന് കൃഷിയെല്ലാം വിട്ട് നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ കൂടെ ഒരു നൊസ്റ്റാൾജിയുടെ പുറകിന് പോയതാണ്. വേറൊന്നുമല്ല, കുന്നിക്കുരു. കുന്നിക്കുരു ഇഷ്ടമല്ലാത്തതായിട്ട് ആരും കാണില്ലായിരിക്കുമല്ലോ. എനിക്കും കുഞ്ഞുനാളിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു കുന്നിക്കുരു. കുഞ്ഞുനാളിലെന്നല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. അമ്മയാണ് കണ്ടുപിടിച്ചത് ഈ സുന്ദര പഹയനെ. അവനിങ്ങനെ അടുത്ത പറമ്പിൽ ചുറ്റി പിണഞ്ഞ് ഒരു മരത്തിലിങ്ങനെ കിടക്കുകയായിരുന്നു. ആരുടെ ശല്യമില്ലാത്തതുകൊണ്ട് പുള്ളി യഥേഷ്ടം അങ്ങ് വളർന്നു. ഇഷ്ടം പോലെ കുന്നിക്കുരു ഉണ്ടായിരുന്നു. ഞങ്ങൾ പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം പുള്ളിയുടെ ചങ്ങാതിമാരെ ആദ്യം ഞങ്ങൾക്കെതിരെ അണിനിരത്തി. വേറെ ആരുമല്ല, നീറുറുമ്പുകൾ. അവരുടെ കണ്ണിൽ പെടാതെ അവർക്കൊരു ശല്യം ഉണ്ടാക്കാതെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ നടന്നങ്ങ് പറിച്ചെടുത്തു. കുഞ്ഞിപ്പണിന് കുന്നിക്കുരു പറിച്ചെടുത്ത് കൊടുക്കാനായിട്ട് കുഞ്ഞിപ്പണിന് 2 അമ്മമാരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പണിൻ്റെ അമ്മയും കുഞ്ഞിപ്പണിൻ്റെ അച്ചാമ്മയും. 2 പേരും കൂടെ ചേർന്ന് ആവശ്യം പോലെ കുന്നിക്കുരു എന്തായാലും പറിച്ചെടുത്തു. പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് 2 പേർക്ക് സന്തോഷം. കുന്നിക്കുരു പറിച്ചതിൻ്റെ സന്തോഷവും പഴയ ഓർമ്മകളുടെ സന്തോഷവും. ഇനി അതിന് മെയിൻ പരിപാടി വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കപ്പലണ്ടിയുടെ തോട് കളഞ്ഞെടുക്കുന്ന കൂട്ട് കുന്നിക്കുരുവും തോടുണ്ട്. ആ തോട് നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് കളഞ്ഞിട്ട് വേണം കുന്നിക്കുരു അതിൽ നിന്ന് എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അതും ചെയ്തെടുത്തു. അതെല്ലാം കൂടെ ഇറുത്തെടുത്തപ്പോൾ ഏകദേശം ഒരു ബൗളിൻ്റെ പകുതിയോളം ഞങ്ങൾക്ക് കിട്ടി. ഇത്രയൊക്കെ ഉള്ളൂ കുന്നിക്കുരു വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.